നമസ്കാരം, ഭാരത് ലൈവിലേക്ക് സ്വാഗതം. നമസ്കാരം. പ്രശാന്ത്, ഇന്ത്യ പാക് അതിർത്തിയിൽ ഏതാണ്ട് നുഴഞ്ഞു കയറാൻ വേണ്ടി 800ഓളം ഭീകരന്മാർ കരുതിയിരിക്കുന്നു എന്ന് ഇന്റലിജൻസ് വൃത്തങ്ങളെ ഉദ്ധരിച്ചുകൊണ്ട് മാധ്യമങ്ങളൊക്കെ വാർത്ത റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. എന്താണ് സത്യം പറഞ്ഞാൽ ഇപ്പോഴത്തെ അവസ്ഥ? എന്തെങ്കിലും സുരക്ഷാ ഭീഷണി അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? തീർച്ചയായിട്ടും കടുത്ത സുരക്ഷാ ഭീഷണി ഉണ്ട്. അതിൻ്റെ കാര്യകാരണങ്ങളിലേക്ക് വരാം. പക്ഷെ ഇപ്പോൾ നമുക്ക് കിട്ടിയ വിവരം അനുസരിച്ച്, അതായത് നമ്മുടെ സൈന്യത്തെയും ഇൻ്റലിജൻസ് വൃത്തങ്ങളെയൊക്കെ ഉദ്ധരിച്ചുകൊണ്ട് മിക്കവാറും മുഖ്യധാരാ മാധ്യമങ്ങളെല്ലാം ഈ വാർത്ത പുറത്തു വിട്ടു കഴിഞ്ഞു. മലയാളത്തിലെ മാധ്യമങ്ങളും കേരളത്തിലെ നമ്മുടെ മലയാള മാധ്യമങ്ങളും ഒക്കെ ഈ വിവരം പങ്കുവയ്ക്കുന്നുണ്ട്. ഏഷ്യാനെറ്റിലൊക്കെ ന്യൂസ് വന്നു കഴിഞ്ഞു. അതായത് നമ്മുടെ ഈ ജമ്മു കാശ്മീരിലെ നമുക്ക് പാകിസ്ഥാനുമായിട്ട് അതിർത്തി പങ്കിടുന്നത് പ്രധാനമായിട്ടും ജമ്മു കാശ്മീർ, അതുപോലെ തന്നെ നമ്മുടെ ഈ പഞ്ചാബ്, രാജസ്ഥാൻ, പിന്നെ ഗുജറാത്ത്. ഇതിൽ ഈ പഞ്ചാബ്, ജമ്മു കാശ്മീർ ഇവിടെയാണ് സ്ഥിതി കൂടുതൽ പ്രശ്നങ്ങൾ എപ്പോഴും വഷളാകുന്നത്. മറ്റിടത്തൊക്കെ ചില പ്രശ്നങ്ങളുണ്ട്. ഗുജറാത്തിൽ കുറച്ചേ ഉള്ളൂ. പിന്നെ ഉള്ളത് തീരപ്രദേശമാണ്. പിന്നെ വരുന്നത് ഈ രാജസ്ഥാനിലെന്ന് പറഞ്ഞാൽ ഭൂപ്രകൃതി ഒട്ടും അനുയോജ്യമല്ല, മണലാരണ്യമാണ്. അപ്പോൾ അവിടെ കൂടെയൊക്കെ അങ്ങനെ അത്ര എളുപ്പമല്ല. അതേസമയം ഈ പഞ്ചാബിലേക്കും ജമ്മു കാശ്മീരിലേക്കും നുഴഞ്ഞു കയറാൻ പെട്ടെന്ന് സാധിക്കും. അപ്പോൾ ഈ നമ്മുടെ ഈ ലൈൻ ഓഫ് കൺട്രോൾ എന്ന് പറയുന്ന ഇപ്പോഴത്തെ നിയന്ത്രണ രേഖയാണല്ലോ, ആ നിയന്ത്രണ രേഖയ്ക്ക് അപ്പുറത്ത് 800 ഭീകരന്മാർ, പരിശീലനം സിദ്ധിച്ച 800 ഭീകരന്മാർ തയ്യാറായിരിക്കുന്നു ഇന്ത്യയിലേക്ക് നുഴഞ്ഞു കയറാൻ. ലഷ്കർ ഇ തോയ്ബയും ജെയ്ഷെ മുഹമ്മദും പിന്നെ ഇപ്പോൾ പുതിയ പുതിയ സംഘടനകൾ അവിടെ പൊട്ടിമുളയ്ക്കുന്നുണ്ട്. പലതിൻ്റെയും പേരുകൾ വ്യക്തമല്ല. ഇവരെല്ലാവരും ചേർന്ന് പരിശീലിപ്പിച്ച 800 ഭീകരന്മാർ ഈ അതിർത്തിയിൽ തമ്പടിച്ചിരിക്കുകയാണ് നിയന്ത്രണ രേഖയ്ക്ക് അപ്പുറത്ത്. അതെങ്ങനെയെന്ന് ചോദിച്ചാൽ, നിയന്ത്രണ രേഖയ്ക്ക് അപ്പുറത്ത് 70 ലോഞ്ച് പാഡുകൾ തയ്യാറായിട്ടുണ്ട്. ഇപ്പോൾ ഈ ലോഞ്ച് പാഡുകൾ എങ്ങനെയെന്ന് വെച്ചാൽ, നമ്മുടെ മിലിറ്ററി മൂവ്മെൻറ്റിന് ഒരു ലോഞ്ച് പാഡിലേക്കായിരിക്കും അവർ ഏറ്റവും കൂടുതൽ വെടിക്കോപ്പുകളും അടിയന്തരമായി ഉപയോഗിക്കേണ്ട സാധനങ്ങളും ഒക്കെ കൊണ്ടുവരുന്നത്. ഈ വാർത്താവിനിമയം, അതായത് കമ്മ്യൂണിക്കേഷൻ നടക്കുന്നത് അവിടെ നിന്നായിരിക്കും. അപ്പോൾ ഈ ലോഞ്ച് പാഡിൽ നിന്നാണ് സെക്ഷൻ ബാറ്റിൽ ആരംഭിക്കുന്നത്. അവിടെ നിന്നാണ് സെക്ഷനുകൾ മുന്നോട്ട് നീങ്ങുന്നത്. അത് നമുക്ക് ഈ ഡിഫൻസ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ള ആൾക്കാർക്കൊക്കെ അറിയാം. ഡിഫൻസിൻ്റെ ട്രെയിനിങ്ങിന് പോയിട്ടുള്ള പത്രപ്രവർത്തകർക്കൊക്കെ അതിനെക്കുറിച്ച് അറിയാൻ പറ്റും. അപ്പോൾ അതൊരു യുദ്ധമുഖത്താണ്. അതുപോലെ ഇവിടെ വാസ്തവത്തിൽ ഒരു പരോക്ഷമായ യുദ്ധം, പ്രത്യക്ഷമായിട്ടല്ല, പരോക്ഷമായിട്ട് ഒളിഞ്ഞിരുന്ന് ആക്രമിക്കുന്ന ഒരുതരം വൃത്തികെട്ട യുദ്ധതന്ത്രമാണ് പാകിസ്ഥാൻ എല്ലാ കാലത്തും പ്രയോഗിക്കുന്നത്. നോക്കൂ, കാർഗിൽ യുദ്ധത്തിൽ പാക് സൈനികരെ ഈ പറഞ്ഞ മുജാഹിദുകളുടെ വേഷം കെട്ടിച്ച് ഇന്ത്യൻ അതിർത്തി കടത്തി വിട്ടിട്ട് പറഞ്ഞത് അവരെല്ലാം മുജാഹിദുകളാണ്, അവരൊന്നും പാക് സൈനികരല്ല. നോക്കൂ, സ്വന്തം സൈനികരോട് പോലും ഒരു ആത്മാർത്ഥത ഇല്ലാത്ത, ഒരു പ്രതിബദ്ധത ഇല്ലാത്ത, കടപ്പാടില്ലാത്ത. നമ്മളൊക്കെ ആണെങ്കിൽ ഒരു ഇന്ത്യൻ സൈനികന് എന്തുമാത്രം വിലയാണ്. സർക്കാർ, ഇവിടുത്തെ ജനങ്ങൾ, നമ്മുടെ സന്നദ്ധ സംഘടനകളൊക്കെ നമ്മൾ അവിടെ രാഷ്ട്രീയമൊക്കെ മാറ്റിവെക്കും, അല്ലേ? ഇന്ത്യൻസ് ഒരു സൈനികനെ കാണുമ്പോൾ നമ്മൾ ബഹുമാനിക്കുന്നത് രാഷ്ട്രീയമൊന്നും വെച്ചിട്ടല്ല, നമ്മുടെ സുരക്ഷയ്ക്ക് അവർ അവരുടെ ജീവൻ കൊടുത്ത് നിൽക്കുന്നു എന്നുള്ളതാണ്. മനസ്സിലാക്കേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഈ 70 ലോഞ്ച് പാഡുകൾ ഇങ്ങനെ അവർ ഉണ്ടാക്കിയിട്ടുണ്ട്. അതായത് 70 ലോഞ്ച് പാഡുകളിൽ നിന്ന് കൃത്യമായിട്ട് കൃത്യം ഇടവേളകളിൽ ഭീകരരെ ഇങ്ങോട്ടേക്ക് നുഴഞ്ഞു കയറ്റും. അപ്പോൾ ഇപ്പോൾ എന്തുകൊണ്ട് കാരണം ഓപ്പറേഷൻ സിന്ദൂർ അറിയാം, വളരെ മാരകമായ ആക്രമണമായി പോയി. അവരുടെ ഈ പറഞ്ഞ 12 പിന്നെ വ്യോമത്താവളങ്ങൾ, എയർ ബേസുകൾ തകർന്നു. ഈ 12 വ്യോമത്താവളങ്ങളും പുനർനിർമ്മിക്കാൻ അവർക്ക് സാധിച്ചിട്ടില്ല. അത് ഇനിയും 4-5 വർഷം എടുക്കും എന്നാണ് പറയുന്നത്. അങ്ങനെ സത്യത്തിൽ ഇപ്പോൾ ഏറ്റവും ഒടുവിൽ അമേരിക്കക്കാർ പാകിസ്ഥാനിൽ ചർച്ചയ്ക്ക് വന്നിരുന്നു, ഇറാനുമായി ബന്ധപ്പെട്ട വിഷയം. അതും ഇതുമായിട്ടൊരു ബന്ധമുണ്ട് കേട്ടോ. ഈ 800 പേര് നുഴഞ്ഞു കയറാൻ നിൽക്കുന്നതുമായിട്ടൊരു ബന്ധമുണ്ട്. ഞാൻ അതിലേക്ക് വരാം. വന്ന JD വാൻസ്, അമേരിക്കൻ വൈസ് പ്രസിഡന്റ് അടക്കമുള്ളവർ ഈ അമേരിക്കയിലെ വ്യോമത്താവളങ്ങൾ കണ്ടിട്ട് അവരാകപ്പാടെ എന്ന് വെച്ചാൽ സർവ്വതും നശിച്ചു പോയല്ലോ, ഇതിന് എത്ര വർഷങ്ങളെടുക്കും ഇത് പുനർനിർമ്മിച്ചെടുക്കാൻ, ഇത്ര മാരകമായ ആക്രമണമാണ്, തിരിച്ചടിയാണ് നമ്മൾ നൽകിയത്. ഇരിക്കട്ടെ, ഇപ്പോൾ ഈ ഇറാനുമായി ബന്ധപ്പെട്ട് അമേരിക്കയും ഇറാനും തമ്മിൽ ആ സംഘർഷം ഒന്ന് ലഘൂകരിക്കാനായിട്ട് പാകിസ്ഥാൻ മധ്യസ്ഥത വഹിച്ചു. എന്തായി? നാണം കേട്ടോ. അത് ഒരു കാരണവശാലും ആ മധ്യസ്ഥത വിജയിക്കില്ല എന്ന് നമുക്കറിയാം.
കാരണം ഇറാൻ മുന്നോട്ട് വയ്ക്കുന്ന ആവശ്യങ്ങളോട് ഒരു കാരണവശാലും അമേരിക്ക അനുഭാവപൂർണമായ സമീപനം സ്വീകരിക്കില്ല. അനുഭാവപൂർണമായ സമീപനം പോയിട്ട് അതൊന്ന് കേൾക്കാൻ പോലും അമേരിക്ക തയ്യാറാവില്ല. എന്നിട്ടും ഈ പാകിസ്ഥാൻ ഷഹബാസ് ഷെറീഫും ഇതിന്റെ പുറകിൽ ഈ അസിം മുനീറിന്റെ ബുദ്ധിയാണ്. കാരണം അസിം മുനീർ ഈ ഓപ്പറേഷൻ സിന്ദൂറിന് ശേഷം പല തരത്തിലുള്ള ഗിമ്മിക്കുകൾ കളിക്കുന്നുണ്ട്. അതിന് അമേരിക്കയെ കൂട്ടുപിടിച്ചാണെങ്കിൽ അങ്ങനെ, അല്ലാതെയാണെങ്കിൽ അങ്ങനെ പല രീതിയിലുള്ള ഗിമ്മിക്കുകൾ കളിക്കുന്നുണ്ട്. അപ്പോൾ ഇവരെ സംബന്ധിച്ച് ഇപ്പോൾ ഈ ഇറാൻ അമേരിക്ക സംഘർഷത്തിന് ഒരു അയവുണ്ടാക്കാൻ പാകിസ്ഥാൻ മധ്യസ്ഥത വഹിച്ചു എന്ന് പറഞ്ഞാൽ അത് അറബ് ലോകത്ത് ഇസ്ലാമിക രാജ്യങ്ങൾക്കിടയിൽ വലിയ ചർച്ചാ വിഷയമാകും. പാകിസ്ഥാന് അതുകൊണ്ട് വലിയ നേട്ടങ്ങളും ഉണ്ടാകും. അതായത് ഇസ്ലാമിക രാജ്യങ്ങളുടെ തലപ്പത്തേക്ക്, ഇസ്ലാമിക രാജ്യങ്ങളുടെ ഒരു സംരക്ഷകൻ, ഇസ്ലാമിക രാജ്യങ്ങളുടെ വെൽവിഷർ ഒക്കെ ആയിട്ട്, രക്ഷകൻ ഒക്കെ ആയിട്ട് പാകിസ്ഥാനെയും അസിം മുനീറിനെയും ലോകം കാണാൻ തുടങ്ങും. ഇതായിരുന്നു അജണ്ട. പക്ഷെ ആ അജണ്ട പൊളിഞ്ഞു പോകും എന്നുള്ള കാര്യം ഉറപ്പായിരുന്നു. കാരണം അത്തരത്തിലൊരു നയതന്ത്ര വിദഗ്ധനല്ല ഈ അസിം മുനീറും അതുപോലെ തന്നെ നമ്മുടെ ഷഹബാസ് ഷെറീഫും. മാത്രമല്ല പാകിസ്ഥാനിൽ ഒരു ജയശങ്കറോ ഒരു സുഷമ സ്വരാജോ ഒന്നും ഇല്ല. അതൊരു സത്യമാണ്. ഇവിടെ നമുക്ക് അങ്ങനെയല്ല. ഈ വർഷങ്ങളായിട്ട് ഈ അനേകം രാജ്യങ്ങളുമായിട്ട് നയതന്ത്ര നിലയിൽ ബന്ധപ്പെട്ട് കാര്യങ്ങൾ ചെയ്തു വരുന്ന വളരെ അനുഭവ സമ്പത്തുള്ള ഒരുപാട് പേരുണ്ട്. ഞാൻ ബാക്കി പേരുകളൊന്നും പറയുന്നില്ല. നിരവധി ആൾക്കാരുണ്ട്. ഇവർ പലരും നാളെ ഉയർന്ന തലങ്ങളിലേക്ക് ഇനിയും വരും. ഒരു പക്ഷേ നമ്മൾ ആരെങ്കിലും ഈ വിദേശകാര്യമന്ത്രി ആകുന്നത് വരെ എസ് ജയശങ്കർ എന്നൊരാളെ കുറിച്ച് മാധ്യമങ്ങൾ ചർച്ച ചെയ്തിരുന്നു? ഇല്ല. ഇന്ത്യയിലെ ജനങ്ങൾ അത്ര കാര്യമായി കേട്ടിരുന്നു? ഇല്ല. അവിടെ നമുക്ക് ശരിക്കും അങ്ങനെയാണ്. സുഷമ സ്വരാജ് ആയിരുന്നു അവിടെ മുന്നിൽ നിന്നത്. പിന്നീട് അതിനുശേഷം ഇദ്ദേഹം വന്നപ്പോൾ ഇദ്ദേഹത്തിന് നേരെ രാജ്യസഭയിലേക്ക് കൊണ്ടുവന്ന് ഈ ചുമതല കൊടുത്തു. അദ്ദേഹം അത് ഭംഗിയായിട്ട് നിർവഹിക്കുന്നുണ്ട്. അതല്ല നമ്മുടെ വിഷയം, അതുകൊണ്ട് അതിലേക്ക് പോകുന്നില്ല. അപ്പോൾ അങ്ങനെയൊക്കെ പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം ഈ വലിയ വിഷയങ്ങൾ, അമേരിക്കയും ഇറാനുമായിട്ടുള്ള സംഘർഷം, അല്ലെങ്കിൽ ഇസ്രയേലും ഇറാനുമായിട്ടുള്ള സംഘർഷം നോക്കൂ. അടിസ്ഥാനപരമായിട്ട് അമേരിക്കയേക്കാൾ കൂടുതൽ അവിടെ നിലനിൽക്കുന്നത് ഇസ്രയേലാണ്. അപ്പോൾ ഇസ്രയേലുമായിട്ട് നല്ല ബന്ധമുള്ള ഒരു രാഷ്ട്രത്തിന് മാത്രമേ ഈ ചർച്ചയിൽ മധ്യസ്ഥത വഹിക്കാൻ കഴിയുകയുള്ളൂ. അങ്ങനെ ഇസ്രയേലുമായിട്ട് പാകിസ്ഥാന് നല്ല ബന്ധമാണോ? അല്ല. പാകിസ്ഥാനെ ചുരുട്ടിക്കൂട്ടി അടിക്കാൻ കാത്തിരിക്കുകയാണ്. ഈ പറയുന്നത് പോലെ സകല കുത്തിത്തിരിപ്പുകളുടെ, ഇറാൻ അടക്കമുള്ള, തുർക്കി അടക്കമുള്ള രാജ്യങ്ങളുടെ പ്രധാനപ്പെട്ട ഉപദേശകനും സഹായിയും പാകിസ്ഥാനാണ്. തിരിച്ചും അങ്ങനെയാണ്. പാകിസ്ഥാനെയും സഹായിക്കുന്നത് ഈ ഇറാനും ഈ പറയുന്ന തുർക്കിയും ഒക്കെയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇസ്രയേൽ പാകിസ്ഥാനെ അടിക്കാൻ കാത്തിരിക്കുന്ന ഒരു രാഷ്ട്രമാണ് വാസ്തവത്തിൽ. പിന്നെ അതിനൊരു സാഹചര്യം ഒത്തു വരാത്തത് കൊണ്ട് ഏതെങ്കിലും തരത്തിൽ ഇസ്രയേലിനെ ചൊറിയാൻ പാകിസ്ഥാനിൽ നിന്നൊരു ചെറിയ ശ്രമം നടന്നാൽ തിരിച്ചടി ഭയാനകമായിരിക്കും. പാകിസ്ഥാൻ ഈ ഓപ്പറേഷൻ സിന്ദൂർ എന്നും അല്ല, അതിനേക്കാൾ 10 ഇരട്ടി മാരകമായ അടി അവർ കൊടുക്കും. പണ്ട് കാർഗിൽ യുദ്ധത്തിൽ അവർ നമ്മളെ സഹായിക്കാൻ മുന്നോട്ട് വന്നതാണ്. പല രീതിയിലും സാങ്കേതികമായി അവർ നമ്മളെ സഹായിച്ചു ഇസ്രയേൽ. അതൊക്കെ നമ്മൾ മറക്കാൻ പാടില്ല. അത് നമ്മുടെ ഓർമ്മയിൽ എപ്പോഴും വേണ്ടതാണ്. എന്തായാലും അങ്ങനെയൊക്കെ പാകിസ്ഥാൻ ശ്രമിച്ചു. അപ്പോൾ പാകിസ്ഥാന് ചില ഈ പറയുന്നത് പോലെ ചില ദുരുദ്ദേശങ്ങൾ അതിനകത്തുണ്ട്. ഞങ്ങളാണ് ഇസ്ലാമിൻ്റെ സംരക്ഷകർ, ഞങ്ങളാണ് ഇസ്ലാമിനെ ഇനി എല്ലാ പ്രശ്നങ്ങളിലും ഇസ്ലാമിനെ നയിക്കാൻ പോകുന്നത് ഞങ്ങളാണ്. ഈ ഒരു നരേറ്റീവ് ഉണ്ടാക്കാനായിരുന്നു ശ്രമം. അത് പൊട്ടിപ്പൊളിഞ്ഞ് പാളീസായിപ്പോയി. അതൊന്ന്. 2, അവരുദ്ദേശിച്ചത് ഇതിലൂടെ എല്ലാ കാലത്തും അവരുടെ ഏറ്റവും വലിയ ഭീഷണി എന്ന് പറയുന്നത് ഇന്ത്യയാണ്. അപ്പോൾ ഇന്ത്യയെ ഒരു പാഠം പഠിപ്പിക്കുക. നയതന്ത്ര തലത്തിലാകട്ടെ അല്ലാതെ ഗ്രൗണ്ടിലാകട്ടെ ഇന്ത്യയെ ഒരു പാഠം പഠിപ്പിക്കുക. അപ്പോൾ ഈ സംഘർഷത്തിന് ഒരു അയവുണ്ടാക്കി അമേരിക്കയും ഇറാനും തമ്മിൽ ഉള്ള ബന്ധം ഒന്ന് ഊഷ്മളമാക്കി ഒരു 3 മാസമെങ്കിലും അതൊന്ന് നിന്നാൽ ആ ഒരു തണലിൽ അല്ലെങ്കിൽ ആ ഒരു ലേബലിൽ ഇന്ത്യക്കെതിരെ ചില മാരകമായ നീക്കങ്ങൾ നടത്താൻ പാകിസ്ഥാൻ ഉദ്ദേശിച്ചിരുന്നു. അതിനും കനത്ത തിരിച്ചടി, മുഖമടച്ച് കിട്ടിയ അടിയാണ് ഈ ചർച്ചകളെല്ലാം പരാജയപ്പെട്ടതിലൂടെ സംഭവിച്ചത്. ഇതിൻ്റെ മറവിൽ, അതായത് ഈ ഒരു അമേരിക്കൻ ഇറാൻ ബന്ധം ഊഷ്മളമായാൽ അവിടെ നമ്മുടെ അതിർത്തിയിൽ കടുത്ത ഒരു ആക്രമണം, അല്ലെങ്കിൽ ഈ പറയുന്നത് പോലെ പഹൽഗാം പോലെയുള്ള ആക്രമണങ്ങൾ ഇതിനാണ് ആസൂത്രണം ചെയ്തിരുന്നത്. അതിനു വേണ്ടി തയ്യാറാക്കിയ
പിന്നെ ഓപ്പറേഷൻ സിന്ദൂറിന് തിരിച്ചടി കൊടുക്കുക, അതെ പാകിസ്ഥാൻ അതായത് 71 യുദ്ധത്തിന് തിരിച്ചടി കൊടുക്കുക, 65 യുദ്ധത്തിന് തിരിച്ചടി കൊടുക്കുക, കാർഗിൽ യുദ്ധത്തിന് തിരിച്ചടി കൊടുക്കുക. ഒരിക്കലും നടക്കാത്ത മനോഹരമായ സ്വപ്നങ്ങൾ നിരന്തരം കണ്ടുകൊണ്ടിരിക്കുകയാണ് പാകിസ്ഥാൻ. അവിടുത്തെ ഭരണാധികാരികൾ അവിടുത്തെ ജനങ്ങളെയും പറഞ്ഞ് തെറ്റിദ്ധരിപ്പിച്ചിട്ടുണ്ട്. ഇങ്ങനെ ഈ ഇന്ത്യ വിരോധവും ഇന്ത്യ വെറുപ്പും കുത്തിവെച്ച് ജനങ്ങളെ മതപരമായിട്ട് ഒരു ഭീകര അവസ്ഥയിലേക്ക്, കൊടിയ ദാരിദ്ര്യത്തിലേക്കും പട്ടിണിയിലേക്കും തള്ളിവിട്ട ഒരു ഭരണകൂടങ്ങളാണ് അവിടെ ഉണ്ടായിട്ടുള്ളതും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നതും. ഇനിയും അതിൽ നിന്ന് മാറ്റമൊന്നും വരുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അങ്ങനെ ഇതെല്ലാം ചെയ്തു കൂട്ടിയ ഇവർ ഈ പറയുന്നത് പോലെ 800 ഭീകരന്മാരെ പരിശീലിപ്പിച്ച് തയ്യാറാക്കി 70 ലോഞ്ച് പാഡുകൾ അതിർത്തിക്കപ്പുറത്ത്, നിയന്ത്രണ രേഖയ്ക്കപ്പുറത്ത് തയ്യാറാക്കി വെച്ചു. അങ്ങനെ ആ ലോഞ്ച് പാഡുകളിൽ നിന്ന് നമ്മെ ആക്രമിക്കാൻ, നേരിട്ടും അല്ലാതെയും നമ്മളെ ആക്രമിക്കാൻ വേണ്ടി നടത്തിയ ആസൂത്രിത ശ്രമമാണ്. അത് പൊളിഞ്ഞു പോയത് വാസ്തവത്തിൽ ഈ അമേരിക്ക ഇറാൻ ചർച്ച പൊളിഞ്ഞതോടുകൂടി ഇതും പൊളിയായിരുന്നു. അവിടെ ആ ചർച്ച ഭാഗികമായെങ്കിലും വിജയിച്ചിരുന്നെങ്കിൽ വലിയ വിജയാഹ്ലാദം നടത്തുന്ന പാകിസ്ഥാൻ അതിൻ്റെ മറവിൽ ഇന്ത്യയിലേക്ക് തുരുതുര ഭീകരരെ കയറ്റി വിടുമായിരുന്നു. അതാണ് ഇപ്പോൾ പൊളിഞ്ഞു പോയത്. മറ്റൊന്ന്, ഇത് നമ്മുടെ രാജ്യത്തിന് അപ്പുറത്തു നിന്ന്, നിയന്ത്രണ രേഖയ്ക്ക് അപ്പുറത്തു നിന്നുള്ള വിഷയമാണെങ്കിൽ നിയന്ത്രണ രേഖയ്ക്ക് ഇപ്പുറത്തും പലരും കോപ്പ് കൂട്ടുന്നുണ്ട്. അതുകൂടി ഞാൻ പറയാം. കാരണം ഇപ്പോൾ ഒരു വലിയ പാർലമെന്റിൽ ഇന്നൊരു വലിയ ബില്ല് അവതരിപ്പിക്കുകയാണ്. നമ്മുടെ ഈ ചർച്ച പുറത്തു വരുമ്പോഴത്തേക്കും അത് അവതരിപ്പിച്ച് കഴിഞ്ഞിരിക്കും. അതായത് അതിൻ്റെ സമയമല്ല വിഷയം, ആ ബില്ലിൻ്റെ പ്രാധാന്യം. അതായത് മണ്ഡല പുനർനിർണയം, ഡീലിമിറ്റേഷൻ, പാർലമെന്റ് സീറ്റുകളെ സംബന്ധിച്ച് ഒരു മണ്ഡല പുനർനിർണയം വരുന്നു എന്നുള്ളതാണ്. അത് 2011 ഏറ്റവും ഒടുവിൽ നടന്ന സെൻസസിന്റെ അടിസ്ഥാനത്തിൽ, ജനസംഖ്യ നിർണയത്തിന്റെ അടിസ്ഥാനത്തിലാണ് അത് വരുന്നത്. ഇത് വലിയൊരളവിൽ ഇന്ന് പ്രതിപക്ഷത്തിരിക്കുന്നവർക്കെല്ലാം തിരിച്ചടിയാണ്. കാരണം അവരെ സംബന്ധിച്ചിടത്തോളം തീർച്ചയായിട്ടും BJP ഭരിക്കുമ്പോൾ അവർ ആരോപിക്കുന്നത് BJPയുടെ സൗകര്യത്തിനനുസരിച്ച് മണ്ഡലങ്ങളെ പുനർനിർണയിക്കും എന്നാണ്. അങ്ങനെ പറ്റില്ല, അങ്ങനെയൊന്നും പറ്റില്ല. ഇതിനൊക്കെ ഭരണഘടനയിൽ പറഞ്ഞിരിക്കുന്നതിനനുസരിച്ച് നമ്മുടെ രാജ്യത്ത് വകുപ്പും ചട്ടങ്ങളും ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അതനുസരിച്ച് ഇതെല്ലാം ചെയ്യാൻ പറ്റുള്ളൂ. ജനസംഖ്യയുടെ അടിസ്ഥാനത്തിൽ സ്ത്രീയാണോ പുരുഷനാണോ ഇതിന്റെ എല്ലാ അടിസ്ഥാനത്തിലേ ചെയ്യാൻ പറ്റൂ. ഇതൊന്നും ഈ പറയുന്നത് പോലെ പിന്നെ എന്താ പറയാ, നരേന്ദ്രമോദി അവിടെ ഇരുന്ന് ഒരു ഉത്തരവ് ഇടുന്നു, പിന്നെ കല്ലെ പിളർക്കുന്ന കൽപ്പന, ഉടനെ അതിനനുസരിച്ച് ഇവിടെ മണ്ഡലങ്ങൾ വെട്ടിമുറിക്കുന്നു, പുനർനിർണയിക്കുന്നു. അങ്ങനൊന്നും അല്ല. ഇതിനൊക്കെ പഠനമുണ്ട്. വളരെ കൃത്യമായിട്ട് ഇതെല്ലാം അതിൻ്റെ നടക്കേണ്ട രീതിയിൽ തന്നെ നടക്കും. പക്ഷേ ഇത് വലിയ വെല്ലുവിളിയാണ്. കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം, പ്രതിപക്ഷത്തിരിക്കുന്ന മറ്റു കക്ഷികളെ സംബന്ധിച്ചിടത്തോളം അവർ ഒരു വലിയ അപകടം മണക്കുന്നുണ്ട്. അതിനവർ പല പേരുകൾ പറയും. ഉത്തരേന്ത്യയിൽ സീറ്റ് കൂടും, ദക്ഷിണേന്ത്യയിൽ സീറ്റ് കുറയും. അപ്പോൾ ദക്ഷിണേന്ത്യയിലാണ് കോൺഗ്രസിന് വലിയ നേട്ടമുള്ളത്, അതുകൊണ്ട് കോൺഗ്രസിനെ തകർക്കാൻ വേണ്ടി ചെയ്യുന്നതാണ്. കോൺഗ്രസിന് എന്ത് നേട്ടം അല്ല, ഈ ഡെമോഗ്രഫിയുടെ അടിസ്ഥാനത്തിൽ നോക്കുമ്പോൾ ഉത്തരേന്ത്യയിൽ ആൾക്കാർ കൂടുതലുണ്ട്, ദക്ഷിണേന്ത്യയിൽ ആൾക്കാർ കുറവാണ്. ഭൂമിയും കുറവാണ്, ആൾക്കാരും കുറവാണ്. അത് മാത്രമല്ല, അങ്ങനെയാണെങ്കിൽ ഈ മലപ്പുറത്തിന്റെ കാര്യത്തിൽ എങ്ങനെയാണ് ഈ ബേസ് ചെയ്ത് നിൽക്കാൻ പറ്റുക? ആ ചോദ്യത്തിന് അവർ ഉത്തരം പറയില്ല. അതിന് കോൺഗ്രസോ ഈ ഇടതുപക്ഷമോ പ്രതിപക്ഷത്തിരിക്കുന്ന ഒരു കക്ഷി ഉത്തരം പറയില്ല. മറ്റൊരു പ്രധാനപ്പെട്ട വിഷയം കൂടിയുണ്ട് ശ്രീലെ. ഈ പറയുന്ന കോൺഗ്രസിന് ദക്ഷിണേന്ത്യയിൽ വലിയ മേൽക്കൈ എന്ന് പറയുന്നത് എവിടെയാണ്? കർണാടകയിൽ കോൺഗ്രസും BJPയും മാറി മാറി വരുന്നു. ആന്ധ്രയിൽ കോൺഗ്രസ് ഉപ്പുവെച്ച കലമാണ്. കോൺഗ്രസിന് ഇനി തിരിച്ചു വരാൻ കഴിയാത്തവണ്ണം അവർ തകർന്നു പോയി. തെലങ്കാനയിലാണ് കോൺഗ്രസ് പേരിനെങ്കിലുള്ളത്. അവിടെ ഇപ്പൊ BJP വലിയ കക്ഷിയായിട്ട് മുന്നേറി വരുന്നു. അടുത്ത തവണ ഭരണം ആർക്ക് കിട്ടുമെന്ന് കണ്ടു തന്നെ അറിയണം. പിന്നെ തമിഴ്നാട്ടിൽ എവിടെയാണ് കോൺഗ്രസ് ഉള്ളത്? ഈ DMKയുടെ സ്റ്റാലിന്റെ പച്ചയിൽ അവിടെ നിൽക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. സ്റ്റാലിൻ ഒരു തവണ വീണാൽ കോൺഗ്രസ് പിന്നെ ഇല്ല അവിടെ. പിന്നെ ഉള്ളത് കേരളത്തിലാണ്. ശരിയാണ്, കേരളത്തിൽ 20 ലോക്സഭാ മണ്ഡലങ്ങളും 140 നിയമസഭാ മണ്ഡലങ്ങളുണ്ട്. കേരളത്തിൽ കോൺഗ്രസിന് തീർച്ചയായിട്ടും കോൺഗ്രസിനൊരു ഭാവിയുണ്ട്. അതില്ലെന്ന് ഞാൻ പറയുന്നില്ല, അതിനെ നിഷേധിക്കാൻ കഴിയില്ല. കാരണം ന്യൂനപക്ഷങ്ങൾ ഇവിടെ ഉള്ളിടത്തോളം കാലം അവർ തീർച്ചയായിട്ടും കോൺഗ്രസിനെ പിന്തുണയ്ക്കും. മറുവശത്ത് ആരായിരിക്കും എന്നുള്ള ചോദ്യത്തിനെ ഉത്തരം കണ്ടെത്തേണ്ടതുള്ളൂ. അത് ഇപ്പോൾ LDF ആണ്, പക്ഷെ ഭാവിയിൽ LDF ഉണ്ടാകുമോ ഇല്ലയോ കണ്ടറിയേണ്ട കാര്യമാണ്.
ഇതാണ് ദക്ഷിണേന്ത്യയിലെ സ്ഥിതി. ദക്ഷിണേന്ത്യയിൽ കർണാടക സംസ്ഥാനത്തിന്റെ ഒരു ഭാഗത്ത് വരുന്ന ഗോവ, അവിടെ കോൺഗ്രസ് പ്രതിപക്ഷമായിട്ടുണ്ട് എന്ന് പറയാനേ ഉള്ളൂ. ഇവിടെ കാലങ്ങളായിട്ട് ഇപ്പോൾ അത് BJP തുടർഭരണത്തിലാണ്. അപ്പോൾ ഇങ്ങനെ എല്ലാ അർത്ഥത്തിലും കോൺഗ്രസ് വലിയ ആനയാണ് ചേനയാണെന്ന് പറയുന്ന ദക്ഷിണേന്ത്യയിൽ കോൺഗ്രസിന്റെ സ്ഥിതി വളരെ ദയനീയമാണ്. പിന്നെ എന്തിനാണ് ഇത് പറയുന്നത്? ഇത് ഈ പറഞ്ഞതുപോലെ ഉത്തരേന്ത്യയിൽ സീറ്റുകൾ എണ്ണം കൂടുമ്പോൾ കോൺഗ്രസിന് അത് വലിയ തിരിച്ചടിയാണ്. കോൺഗ്രസിന് അവിടെ ഒന്നും ജയിക്കാൻ കഴിയുന്ന സംഘടനാ സംവിധാനമില്ല. ഈ സംഘടനാ സംവിധാനമില്ലായ്മ കോൺഗ്രസിനെ തീർച്ചയായിട്ടും, പക്ഷെ അതുകൊണ്ട് വനിതകളെ പിന്നോട്ടടിക്കണോ? ഇത്രയും വർഷമായി അല്ല, അതുകൊണ്ട് തന്നെയാണ് അവർ കൊണ്ടുവന്ന വനിതാ ബില്ലിനെ എതിർക്കുന്നത്. അതെ, അതൊരു ചരിത്രത്തിൽ വിരോധാഭാസം. അപ്പോൾ ഈ ഇന്ത്യക്ക് ഉള്ളിൽ നമ്മുടെ നിയന്ത്രണ രേഖയ്ക്ക് ഇപ്പുറത്ത് എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടായി ഈ ബില്ല് വരുന്നതൊന്ന് മാറ്റിവെക്കണേ, 2029 വരെ ഇത് എങ്ങനെയെങ്കിലും ഒന്ന് നീട്ടിക്കൊണ്ടുപോകണം. കാരണം ഇപ്പൊ 26-27 സെൻസസ് നടന്നു കഴിഞ്ഞാൽ പിന്നെ ആ സെൻസസിന്റെ അടിസ്ഥാനത്തിലേ നമുക്ക് ഈ ബില്ല് കൊണ്ടുവരാൻ പറ്റുള്ളൂ. അപ്പോൾ ആ സെൻസസ് നടന്ന് അത് പൂർത്തിയായി, അതിന്റെ നടപടിക്രമങ്ങളെല്ലാം പൂർത്തിയായി, പട്ടിക പ്രസിദ്ധീകരിച്ചതിന് ശേഷം ബില്ല് കൊണ്ടുവന്നാൽ വൈകും. അപ്പൊ അത്രയും വൈകണ്ട 2029 തന്നെ നമുക്കിത് നടപ്പാക്കണം എന്നൊരു നിശ്ചയദാർഢ്യത്തോടെയാണ് BJP മുന്നോട്ട് പോകുന്നത്. അത് BJPയുടെ രാഷ്ട്രീയം. BJPക്ക് തീർച്ചയായിട്ടും അതിനകത്ത് രാഷ്ട്രീയമുണ്ട്. എല്ലാ രാഷ്ട്രീയ പാർട്ടികളും അങ്ങനെയാണ്. രാഷ്ട്രീയ എതിരാളികളെ വരിഞ്ഞു മുറുക്കി അവരെ പരാജയപ്പെടുത്താൻ വേണ്ടുന്ന തന്ത്രങ്ങളെല്ലാം അവർ പയറ്റും. അത് സ്വാഭാവികമാണ്. അതിനകത്ത് അധാർമികമായ യാതൊന്നുമില്ല. അതിനെ മറികടക്കാനുള്ള കരുത്ത് നമ്മൾ നേടുക എന്നുള്ളതാണ് ഓരോ രാഷ്ട്രീയ പാർട്ടിയുടെയും ധർമ്മം. അല്ലാതെ ഇങ്ങനെ കൈകാലിട്ടടിച്ച് നിലവിളിക്കുന്നതിൽ അർത്ഥമൊന്നുമില്ല. ബുദ്ധി ഉപയോഗിക്കണം, തലച്ചോറ് ഉപയോഗിക്കണം. ഈ രൂപത്തിൽ വരണ്ട എന്നല്ലേ പറയുന്നത്. മാധ്യമ പ്രവർത്തകരല്ലല്ലോ തീരുമാനിക്കുന്നത്. ഇങ്ങനെ ഈ വായിട്ടലയ്ക്കുന്ന മാധ്യമ പ്രവർത്തകർക്ക് ഈ കാര്യത്തിൽ എന്ത് ചെയ്യാൻ കഴിയും? ഇങ്ങനെ കുറെ അന്തരീക്ഷ മലിനീകരണം, വാചാടോപം കൊണ്ട് അന്തരീക്ഷ മലിനീകരണം നടത്താമെന്നല്ലാതെ അവർക്ക് പ്രത്യേകിച്ച് ഒന്നും ചെയ്യാനില്ല. ഇത് പാർലമെന്റിനുള്ളിൽ നടക്കാൻ പോകുന്ന ഒരു കാര്യമാണ്. ഗവൺമെന്റിന്റെ കയ്യിലിരിക്കുന്നതാണ്. തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വിഷയമാണ്. സുപ്രീം കോടതി എത്രയോ തവണ ചൂണ്ടിക്കാണിച്ച വിഷയങ്ങളാണ് ഇതൊക്കെ പലപ്പോഴും. അതുകൊണ്ട് അതൊക്കെ അതിൻ്റെ കൃത്യമായ ആ ഇടവേളകളിലൂടെ അത് നടന്നു പോയിക്കൊള്ളും. അതിനൊന്നും യാതൊരു തടസ്സവും ഉണ്ടാവില്ല. പക്ഷേ ഇത് അട്ടിമറിക്കാൻ ഇന്ത്യക്ക് ഉള്ളിലും കാത്തിരിക്കുന്ന ആൾക്കാരുണ്ട്. അവർക്ക് പാകിസ്ഥാന്റെ ഈ നീക്കം, ഈ 800 ഭീകരന്മാരെ നുഴഞ്ഞു കയറാൻ തയ്യാറാക്കിയിരിക്കുന്ന നീക്കം വലിയ അനുഗ്രഹമാണ്. അതുകൊണ്ട് തന്നെ നമുക്കറിയാം, മുംബൈ ഭീകരാക്രമണം 2008 ആർക്കൊക്കെ പങ്കുണ്ട്, ഇന്ത്യയിലെ ഏതൊക്കെ നേതാക്കൾക്ക്, അന്ന് ഭരിച്ചിരുന്ന പാർട്ടികളിലെ ഏതൊക്കെ നേതാക്കൾക്ക് പങ്കുണ്ട് എന്ന് ഇനിയും പുറത്തു വന്നിട്ടില്ല. അതൊക്കെ പുറത്തു വരാൻ തുടങ്ങിയാൽ പല മുഖംമൂടികളും അഴിഞ്ഞു വീഴും. അതുപോലെ തന്നെ ഇവിടെ നടന്ന ഇന്ത്യക്കുള്ളിൽ നടന്ന പല സ്ഫോടനങ്ങളുടെയും പല ആക്രമണങ്ങളുടെയും ഒക്കെ പിതൃത്വം സത്യത്തിൽ അന്വേഷിച്ച് ചെന്നാൽ നമ്മുടെ ചില നേതാക്കൾ കൊല്ലപ്പെട്ടതിൽ പോലും അതിൻ്റെ പിതൃത്വം അന്വേഷിച്ച് ചെന്നാൽ വാസ്തവത്തിൽ ഇന്ന് നമ്മുടെ പ്രതിപക്ഷത്തിരിക്കുന്ന പല കക്ഷികളും തൂങ്ങും എന്നുള്ളതാണ് സത്യം. അതുകൊണ്ട് ഇപ്പോഴത്തെ പാകിസ്ഥാൻ്റെ നീക്കം അകത്തൊന്നും പുറത്തൊന്നും ബാഹ്യമായും ആഭ്യന്തരമായും നമുക്കൊരു വെല്ലുവിളിയാണ്, ഒരു സംശയവുമില്ല. ഇതിൻ്റെ പശ്ചാത്തലം ഇതാണ്. ആ പശ്ചാത്തലം മുൻനിർത്തി നമ്മുടെ സൈന്യവും രഹസ്യാന്വേഷണ വിഭാഗങ്ങളും വളരെ കൃത്യമായി പ്രവർത്തിച്ചു. അതുകൊണ്ടാണ് ഈ വിവരം ഇപ്പോൾ പുറത്തു വന്നത്. അവരത് പുറത്തു വിട്ടതിൻ്റെ പുറകിലും കൃത്യമായൊരു ഉദ്ദേശമുണ്ട്. കാരണം ഈ രാജ്യത്തെ അസ്ഥിരപ്പെടുത്താൻ ചില കോണുകളിൽ നിന്ന് ശ്രമം പുറത്തെന്നും അകത്തെന്നും ഉണ്ട് എന്നുള്ളത് ഇന്നിപ്പോൾ ജനങ്ങൾക്ക് മനസ്സിലായി തുടങ്ങിയിരിക്കുന്നു. അത് വളരെ കൃത്യമായിട്ട് ഇനി വർക്കൗട്ട് ചെയ്യും. നമ്മുടെ സൈന്യം തീർച്ചയായിട്ടും ഈ 800 ഭീകരന്മാർക്ക് പോയിട്ട് 8 പേർക്ക് നുഴഞ്ഞു കയറാൻ കഴിയാത്ത സാഹചര്യം ഇന്നുണ്ട്. നമ്മുടെ സൈന്യം അത്ര ശക്തമാണ്, അത്ര എന്താ പറയുക, അത്ര മികച്ച സംവിധാനങ്ങളാണ് നമുക്കിന്നുള്ളത്. അതുകൊണ്ട് തന്നെ ഈ നുഴഞ്ഞുകയറ്റമൊന്നും അത്ര എളുപ്പമല്ല. എന്താ പറയുക, ശരീരം അരിപ്പയാകണ്ടെങ്കിൽ മര്യാദയ്ക്ക് അവനവൻ്റെ വീട്ടിൽ തന്നെ ഇരിക്കുന്നതാണ് നല്ലത്. എന്തായാലും അതിനുള്ള പണിയൊക്കെ സൈന്യം ചെയ്തുകൊള്ളും. പക്ഷേ ഈ പറഞ്ഞതുപോലെ നാം തിരിച്ചറിയേണ്ടത് ബാഹ്യമായ വെല്ലുവിളിയോടൊപ്പം ആന്തരികമായ കുത്തിത്തിരിപ്പുകളും ഈ കാര്യത്തിലുണ്ട്. ഇങ്ങനെയൊക്കെ സംഭവിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു വലിയ വിഭാഗം നമ്മുടെ രാജ്യത്തുണ്ട് എന്നുള്ള തിരിച്ചറിവാണ് നമുക്കും ഉണ്ടാകേണ്ടത്.